ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമ്മുടെ നാടൻ ചുണ്ടയ്ക്ക വെച്ചിട്ടൊരു തോരൻ. ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുന്നൊരു ചൊല്ലുണ്ട്. അതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ചുണ്ടയ്ക്ക വെച്ചിട്ടൊരു കിടുക്കാച്ചി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചുണ്ടയ്ക്ക തോരൻ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചുണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനം. ചുണ്ടയാണിത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ചുണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനം. ഇതിനൊരു ചെറിയ മുള്ളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പം പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലും പറമ്പിലുമൊക്കെ ഇഷ്ടം പോലെ കാണും. നല്ല മിനറൽസ് ഉള്ള ഒരു സാധനമാണ് ഈ ചുണ്ട എന്ന് പറയുന്നത്. പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ഇത് ഇഷ്ടം പോലെ തോരൻ വെച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിത് ചുണ്ടയ്ക്ക അടർത്തിയെടുക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചുണ്ടയുണ്ട്. അത് വെട്ടിക്കളയാതെ നിർത്തിയേക്കാണ്. നമുക്ക് തോരൻ ഇടയ്ക്കിടയ്ക്ക് തോരൻ വെക്കാനെ കൊണ്ട് ഇത് നല്ലതാണ്. കട്ട് ചെയ്യാനെ കൊണ്ട് എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ കത്രിക വെച്ചൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചുണ്ടയ്ക്ക് മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അടുത്ത തവണ തോരൻ വെക്കണ്ടേ. അപ്പം നമ്മുടെ ചുണ്ടയ്ക്ക് ഇത് കണ്ടോ, അട്ടിപ്പൊളി ഇളം ചുണ്ടയ്ക്ക നോക്കി നമ്മൾ പറിച്ചെടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുണ്ടയ്ക്ക എടുത്തിട്ട് നമുക്ക് നല്ലോണം ചതച്ച് ഇതിനകത്ത് അരി എടുത്ത് കളയണം. അരി നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ നമുക്ക് ഈ അരി എങ്ങനെ എടുത്ത് കളയുന്നതെന്ന് കാണിച്ചു തരാം. കുറേശ്ശെ ചുണ്ടയ്ക്ക എടുത്തിട്ട് ഇതേ കണക്കും നമ്മുടെ അരകല്ലോ ഇടികല്ലോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചതയ്ക്കുക. ചെറുകെ ചതച്ചാൽ മതി. ആ അരി പൊട്ടി ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഇതേ പോണക്കും ഇങ്ങനെ ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കുക. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കണം. പിന്നെ ഇതിനൊരു കറയുണ്ട്, അത് ശ്രദ്ധിച്ചോണം. അപ്പം നല്ല ഡ്രസ്സൊന്നും ഇട്ട് ഇത് ചതയ്ക്കാൻ നിൽക്കരുത്. കുറേശ്ശെ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഇതേപോലെ നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചുണ്ടയ്ക്ക് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾ ഇറുത്ത് കളഞ്ഞായിരുന്നു. വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ഇതൊന്ന് കഴുകി ഇതിൻ്റെ അരിയൊക്കെ കളയണം. നിറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കണം. എന്നിട്ട് കൈയിട്ട് ഇളക്കി അങ്ങോട്ട് കഴുകണം. അപ്പോൾ നല്ലോണമൊക്കെ ഇളക്കണം. ആ കറയും അതിനകത്ത് ആ ചെറിയ അരിയും പോകണം. അരി മൊത്തം പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കയ്പ്പ് കാണും, പക്ഷേ ഇത് ഭയങ്കര മിനറൽസാണ്. അതിന് മാത്രമല്ല ഈ ക്യാൻസറിനൊക്കെ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഇത് നല്ലോണം ഞെവിടി നമ്മൾ കഴുകി എടുത്തേക്കാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ വെക്കാൻ ഒരു അരപ്പ് വേണം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. തോരൻ ഉണ്ടാക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇത് ഇത്രയും കൂടി നമ്മൾ ചതച്ച് കൊണ്ടുവരും. അരച്ചല്ല, ചതച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിത് നല്ലോണം ചതച്ചുകൊണ്ട് വരാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് കൊച്ചുള്ളിയാണ് ചുണ്ടക്കയുടെ കൂടെ നടുകനെ കീറി അങ്ങ് ഇട്ടാൽ മതി. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക തോരൻ വെക്കാൻ നമുക്ക് തുടങ്ങാം. ആദ്യമേ ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് തോരൻ വെക്കുന്നത്. ആദ്യമേ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ കടുക് വറക്കാം. കടുക് വറക്കാനായിട്ട് നമ്മുടെ കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ്. കടുക് ഒന്ന് നല്ലോണം പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചേക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കറിവേപ്പില ഒരു 4-5 ഇതൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ തീ ഒരിച്ചിരി കുറച്ചേക്കാണ്, ജസ്റ്റ് ഒന്ന് മൂത്ത് വെക്കാൻ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഉള്ളി ഇട്ടിട്ട് നമുക്ക് ഇളക്കണം. ഫ്ലെയിംസ് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഉള്ളി ഇട്ട് നമ്മൾ നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ചുണ്ടയ്ക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചുണ്ടയ്ക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കണം. നമുക്ക് നമ്മുടെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം ചുണ്ടയ്ക്ക.
അപ്പോൾ നമ്മൾ നല്ലോണം നമ്മുടെ ചുണ്ടയ്ക്ക ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കണം. അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ബൗള് വെള്ളം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ബൗള് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് വെള്ളത്തിൽ കിടന്ന് വേവാനെ കൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ചുണ്ടയ്ക്ക വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അടിപൊളിയായിട്ട് ഇത് തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. ചുണ്ടയ്ക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ചതച്ച് വെച്ചിരുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ചതച്ചെടുത്തേക്കാണ്, നല്ല പേസ്റ്റായിട്ട് അരയ്ക്കരുത്, ചതച്ചേ എടുക്കാവും. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അരപ്പിട്ട് നല്ലോണം ഇളക്കി. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ, വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക തോരൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നേക്കാണ്. നമുക്കൊന്ന് ഇളക്കണം. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനെ കൊണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇഷ്ടം പോലെ ചുണ്ടയ്ക്ക കിട്ടും. വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചുണ്ടയ്ക്ക തോരൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോണൊക്കെ നമുക്ക് ചെറിയ ചെറിയ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ച് ഇനിയും വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.